എല്ലാവർക്കും മാസ്റ്റർ ഓഫ് ആർട്സിലേക്ക് വീണ്ടും സ്വാഗതം. അന്നേരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വെച്ചിരുന്നതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ എല്ലാം പൂർത്തീകരിച്ചിരിക്കും. അന്നേരം ഇതൊരു ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം, കാരണം ഇത് ഇത്തിരി വലിയ പടമാണ്. അന്നേരം ഇതിനെക്കാട്ടി ഇത്രയും കൂടി ചെറിയ രീതിയിൽ നമ്മൾ പടം എങ്ങനെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അന്നേരം ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ മുഖത്ത് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ഈ കളർ ഡൈലൂട്ടാക്കി നമ്മൾ കൊടുക്കുക. ഇത് നമ്മൾ ഡിഷ് കാണുന്ന ആ കളർ തന്നെ ആക്കി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഖത്ത് ഗ്ലേസിങ് ഉണ്ടാവാൻ വേണ്ടിയാണ്. ഈ ഓറഞ്ചും യെല്ലോയും വൈറ്റും കൂടി ചേർത്ത് വേണം നമ്മളിത് ചെയ്യാൻ. ഈ കളർ കിട്ടണം, നമ്മുടെ ഏത് ടോണാണോ ആ കളർ തന്നെ കിട്ടണം. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇത് നമ്മൾ ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് നമ്മൾ ഇത്രയും ലോങ് വീഡിയോ ആണ്. ഇത് നമ്മൾ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. നമ്മൾ അന്നേരം ഫേസ് ഉണങ്ങുന്ന അവിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. നമ്മൾ അന്നേരത്തേക്ക് കയ്യിൽ നമ്മൾ യെല്ലോ നന്നായിട്ട് കളർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചെവി ഭാഗങ്ങളും നമ്മൾ ചെയ്യുക. ചെവി ചെയ്തില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. നമ്മുടെ ആ ഒരു എഫക്റ്റ് നമ്മുടെ ആ മുഖത്തിൻ്റെ എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ആ ചെവിയും ചെയ്തിരിക്കണം. ചെവിയുടെ ചെയ്തും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് വന്നാലേ ശരിയാവും. അത് കഴിയും നമ്മളിതാ ലിപ്പ് നമ്മൾ ഓറഞ്ചും ഇത്തിരി ബ്രൗണും കൂടി ചേർത്ത് നമ്മൾ ഡാർക്കായിട്ട് നമ്മൾ എല്ലായിടവും ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളെല്ലാം കൊടുക്കുക. വൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ വെട്ടം അതുപോലെ തന്നെ കൊടുത്ത് റിഫ്ലക്ഷൻ കിട്ടുന്ന പോലെ തന്നെ ചെയ്യുക. എന്നാലേ പടത്തിന് ഒറിജിനാലിറ്റി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വീണ്ടും അതിനകത്ത് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഒന്നും കൂടി ഡാർക്കാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചുണ്ടിന് റിയലിസ്റ്റിക്ക് വരും. ബിയേർഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. കുറേശ്ശെ ഡാർക്ക്നെസ് കൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഉള്ളിൽ നിന്ന് ലൈറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അതായതുകൊണ്ട് നമുക്ക് ഡാർക്ക് വരുമ്പം നമുക്കത് നല്ലൊരു റിയാലിറ്റി. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഷർട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഷർട്ടിൻ്റെ ആ പോയേക്കുന്ന വരകളുണ്ടല്ലോ, അതെല്ലാം ഒന്നും കൂടി ബ്ലൂവും എല്ലാം കൂടി ഒന്ന് ചേർത്ത് നമ്മൾ അവിടെ ഒന്ന് വരച്ചേക്കുക. നമ്മുടെ ഓരോ മുടി ഇഴകളും നമ്മുടെ ഈ മുടിയുണ്ടല്ലോ, ഈ മുടി ഇഴകൾ നമ്മൾ ഓറഞ്ചും ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ചേർത്ത് നമ്മൾ ലൂട്ടാക്കി നമ്മൾ ഹെയറിലെ ഓരോ വരകളും നമ്മൾ അതുപോലെ ചെയ്യുക. പടത്തിനകത്ത് ചിലപ്പം നമുക്ക് ബാക്ക് ഭാഗങ്ങളെല്ലാം ഡാർക്കായിട്ടായിരിക്കും കാണുന്നത്, അവിടെ ഡാർക്കായിട്ട് തന്നെ കൊടുക്കുക. ഇത്തിരി ബ്ലാക്കും കൂടി ചേർത്താണ് ഹെയർ ചെയ്യാൻ. ബ്ലാക്ക് നേരിട്ട് കൊടുക്കരുത്. ബ്ലാക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു എഫക്റ്റ് കിട്ടില്ല. ബ്ലാക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വെളുവെളാന്നായി പോവും. ചെവിയുടെ ഷെയ്ഡുകൾ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ കഴുത്ത് ചെയ്യുക. അന്നേരത്തേക്ക് ഓരോ ഭാഗങ്ങൾ ചെയ്യുക. കാരണം നമ്മൾ ഇപ്പം മുഖത്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ പേപ്പർ നശിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നനഞ്ഞിരിക്കുകയല്ലേ, വാട്ടർ കളറല്ലേ. അന്നേരം നമ്മൾ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഇതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പാർട്ടിലും നമ്മൾ മാറി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഉണങ്ങുമ്പോഴത്തേക്ക് ഇവിടെ കയറുക, അങ്ങനെ മാറുക. അന്നേരത്തേക്ക് നമുക്ക് 1 മണിക്കൂറിൻ്റെ പടമാണെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം. അന്നേരം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണിന് റിയാലിറ്റി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ പടം കൊണ്ടൊരു ഗുണവുമില്ല. അന്നേരം നമ്മൾ കണ്ണിൽ നമ്മൾ ഹെയർ ചെയ്തേക്കുന്ന ആ കളർ തന്നെ സെയിം ടോൺ തന്നെ നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് നമ്മൾ ഈ കൃഷ്ണമണിയുടെ അകത്ത് നമ്മുടെ ആ ബ്ലാക്കിനകത്ത് നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞ് ബ്രൗൺ ഭാഗങ്ങളിലേക്ക് നമ്മൾ ബ്രൗൺ തന്നെ കൊടുത്ത് നമ്മൾ അതിൻ്റെ ഈ വൈറ്റ് ഉണ്ടല്ലോ, വൈറ്റ് ഭാഗം നമ്മൾ കുറച്ച് വിട്ടിരിക്കണം. ബാക്കി നമുക്ക് വൈറ്റ് കൊടുത്ത് നമുക്ക് മിക്സ് ആക്കാം. അതാണ് ചെയ്യുക. അതുപോലെ തന്നെ ലിപ്പ് നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ ആ ഷെയ്ഡും ലൈറ്റും എല്ലാം അത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഷർട്ടിൻ്റെ ലൈറ്റും ഷെയ്ഡും കയറ്റി കൊടുക്കുക. വൈറ്റ് നല്ല രീതിയിൽ നമ്മൾ എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നല്ല രീതിയിൽ
രീതി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുക. എന്ന് വെച്ചാൽ ഒത്തിരി ടോൺ ചെയ്യേണ്ട, നമുക്ക് എടുത്തെടുത്തുള്ള രീതിയിൽ നമുക്ക് ഇരുന്നോട്ടെ. അതുകൊണ്ട് ഈ ഷർട്ടും കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ ലൈറ്റ് ഒത്തിരി ടോൺ കൊടുക്കണ്ട, 1-2 ടോൺ മതി. ഷർട്ടൊക്കെ ചെയ്യുമ്പോഴായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പരന്ന ബ്രഷായിരിക്കും, ഫ്ലാറ്റ് ബ്രഷായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം നമുക്കത് കളർ ഓടിച്ച് പോകാം. അവസാനം നമ്മൾ ഈ ഹെയറിൻ്റെ ഈ ഭാഗങ്ങൾ, ഓരോ ഭാഗങ്ങൾ നെറ്റിയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ, എന്ന് വെച്ചാൽ ആ നെറ്റിയിൽ നിന്ന് തുടങ്ങി മുടിയിലോട്ട് ചേരുന്ന പോലെ തന്നെ നമ്മൾ കൊടുക്കുക. അത് ഏറ്റവും 0 ബ്രഷിലായിരിക്കും നല്ലത്. പിന്നെ കൈയുടെ ഭാഗങ്ങളിൽ ഷെയ്ഡ് നമ്മളിതാ ഇതുപോലെ ചെയ്യുക. വൈറ്റും ഷെയ്ഡ് കൊടുക്കേണ്ട ഭാഗത്ത് ഷെയ്ഡും, യെല്ലോയും ഓറഞ്ചും വൈറ്റും കൂടി ചേർത്താണ് നമ്മൾ ആ ഷെയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഏതൊരു പടമായാലും ഷെയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ധൈര്യത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അതെന്തായാലും തീർച്ചയായിട്ടും ഉറപ്പാണ്. എൻ്റെ ബാക്കി ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെ വാട്ടർ കളറിൻ്റെ ലൈറ്റും ഷെയ്ഡും ചെറിയ പടങ്ങൾ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. എനിക്കിപ്പം കുറേ പേര് എന്നെ വിളിച്ചതും ഈ കംപ്ലൈൻറ്റ് പറഞ്ഞാണ്. നമുക്ക് ബേസിക്ക് കിട്ടിയിട്ടില്ല, ബേസിക്ക് വേണമെന്നുള്ള രീതിയാണ് ഇത് ഞാൻ ചെയ്തത്. ഒരുവിധം വാട്ടർ കളർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് നൈസായിട്ട് ചെയ്യാം. വാട്ടർ കളറിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് നമ്മൾ എത്ര വട്ടം തോറ്റുപോയെന്ന് പറഞ്ഞാലും നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യുക. ആദ്യത്തെ 2 വട്ടമൊന്നും കിട്ടില്ല, നമ്മൾ ക്ഷമയെടുത്ത് പയ്യെ വരയ്ക്കുക. എന്തിനായാലും നമ്മൾ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഇത് ഉറപ്പായിട്ടും ആർക്കും വരയ്ക്കാനൊരു കഴിവില്ലാത്തൊരാൾക്ക് വേണമെങ്കിൽ ഈ സ്ക്വയറിട്ട് നല്ല രീതിയിൽ വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പാണ്, സ്കെച്ച് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. വാട്ടർ കളറിൻ്റെ കാര്യം വിട്ടേരെ, അത് ടോൺ ഒത്തിരി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്കെച്ച് എന്തായാലും ചെയ്യാൻ പറ്റും. സ്കെച്ചിൻ്റെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഐ ബട്ടണിൽ കാണും, അതിൽ കയറി ആ ഫസ്റ്റ് വീഡിയോ കണ്ടോ. ഉറപ്പായിട്ടും നമുക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റും. പെൻസിൽ ഷെയ്ഡിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇട്ടേക്കാം. നിങ്ങൾക്ക് എളുപ്പം രീതിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബേസിക് തൊട്ടുള്ള പെൻസിൽ ഷെയ്ഡ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. അന്നേരം എല്ലാവരും എന്നോട് ക്ഷമിക്കുക, ഇത്രയും സ്പീഡിൽ ഈ വീഡിയോ പോകുന്നത്. ഇത്തിരി ലോങ് വീഡിയോ ആയതുകൊണ്ടാണ്. നിങ്ങളെ 3-5 വട്ടം ഞാൻ ഈ വീഡിയോ ഒത്തിരി ഇടുമ്പോൾ നിങ്ങൾക്കായാലും മടുപ്പുണ്ടാവും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ കൈയുടെ ഭാഗങ്ങളിൽ കണ്ടോ, ആ ലൈറ്റ് വരേണ്ട ഭാഗങ്ങൾ ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ തന്നെ വേണം നിങ്ങളായാലും ചെയ്യാൻ. നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങളും ആദ്യമേക്കെ വട്ടം നിങ്ങൾക്ക് ഇത്രയൊന്നും കിട്ടില്ല. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ടിന്യൂസ്, നിങ്ങൾ ഒരു വട്ടം കിട്ടില്ല എന്നും പറഞ്ഞ് വിടരുത്. കണ്ടിന്യൂസ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ചാനലിനകത്ത് എന്തായാലും വരപ്പിൻ്റെതും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് എൻ്റെ വീഡിയോയ്ക്കകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾ വരച്ചിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അന്നേരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അതിന് പരിഹാരം ഉണ്ടായിരിക്കും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഡ്രോയിങ് വേണ്ട അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്നോട് പറയുക. ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ പോലും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അന്നേരം നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്യുകയോ നിങ്ങൾ വരച്ച പടങ്ങൾ ഇട്ട് തരികയോ ഞാൻ അതിൻ്റെ കറക്ഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.